നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടെ. കർത്താവേ, നിന്റെ വിശുദ്ധ ജനത്തെ ആശീർവദിക്കുകയും നിന്റെ സമാധാനം അവരിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യണമേ. കർത്താവേ, നിന്റെ പരിശുദ്ധ സഭയെ ആശീർവദിക്കുകയും അതിന് സമാധാനം നൽകുകയും ചെയ്ത സാർവത്രിക പിതാമഹനായ മറിയ പാപ്പയെ, ഞങ്ങളുടെ സഭയുടെ പിതാമഹനായ മെത്രാപ്പൊലീത്തയെയും അതിരൂപതീക്ഷനായ മെത്രാപ്പൊലീത്തയെയും ജോസഫ് മാർ തോമസ് മെത്രാന്മാരെയും സംരക്ഷിക്കുകയും അവർക്ക് വരമേൽ ഏൽപ്പിക്കപ്പെട്ട സഭകളെ സമാധാനത്തിൽ നയിക്കാൻ ശക്തരാകുകയും ചെയ്യണമേ. കർത്താവേ, അങ്ങയുടെ പുരോഹിതരെയും ശംശാരന്മാരെയും സമർപ്പിതരെയും നന്മായി പ്രേക്ഷിതരെയും ആശീർവദിക്കുകയും അവരെ സമാധാനത്തിൽ വിശദീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ, വയോധികർ, യുവജനങ്ങൾ, മാതാപിതാക്കൾ, കുട്ടികൾ, കുടുംബത്തിലെ മറ്റംഗങ്ങൾ എന്നിവരെയും ഞങ്ങളിൽ നടന്നിരിക്കുന്നവരെയും ആശീർവദിക്കുകയും അവരെ സമാധാനത്തിൽ ഒന്നിപ്പിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ രാഷ്ട്രത്തിന്റെ ഭരണാധികാരികളെയും സാമൂഹ്യ പ്രവർത്തകർ, ആതുര ശുശ്രൂഷകർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങി എല്ലാവരെയും ആശീർവദിക്കുകയും അവരെ സമാധാനത്തിൽ നയിക്കുകയും ചെയ്യണമേ. കർത്താവേ, ദരിദ്രർ, സമ്പന്നർ, കർഷകർ, തൊഴിലാളികൾ, വ്യാപാരികൾ, വ്യവസായികൾ, കുടിയേറ്റക്കാർ എന്നിവരെ ആശീർവദിക്കുകയും അവരെ സമാധാനത്തിൽ സംരക്ഷിക്കുകയും ചെയ്യണമേ. കർത്താവേ, ക്ലേശിതർ, ദുഃഖിതർ, പീഡിതർ, രോഗികൾ, ശാരീരിക മാനസികമായ വേദനിക്കുന്നവർ, മർദ്ദിതർ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ എന്നിവരെ ആശീർവദിക്കുകയും അവരെ സമാധാനത്തിൽ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. കർത്താവേ, പ്രപഞ്ചത്തെയും അതിലെ ദൈവജാലങ്ങളെയും സസ്യലതാദികളെയും ആശീർവദിക്കുകയും അവരെ സമാധാനത്തിൽ പരിപോഷിപ്പിക്കുകയും ചെയ്യണമേ. കർത്താവേ, നിന്റെ തിരുനാളുകൾ സമാധാനത്തിൽ ആഘോഷിക്കുന്നതിനായി എല്ലാ ക്രിസ്തീയ സമൂഹങ്ങളെയും ആശീർവദിക്കണമേ. സമാധാനദാതാവായ വിശുദ്ധമായ രഹസ്യങ്ങളും ദൃഷ്ടാന്തങ്ങളും ഉപമകളും പൂർണ്ണമായും വ്യക്തമാക്കപ്പെടുന്ന യുഗാന്തത്തിലെ ഉയർപ്പ് ദിനത്തിൽ ആഹ്ലാദിക്കുന്നതിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. അവിടെ നിന്റെ അവകാശത്തിൽ പങ്കുചേരുന്നതിനും നീ വഴിയായി പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കുന്നതിന് ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങളുടെ ഈ സമൂഹത്തിലും ഇന്ന് നിന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന എല്ലാ സമൂഹങ്ങളിലും ലോകം മുഴുവനിൽ നിന്റെ അനുഗ്രഹവും സമാധാനം നിറയട്ടെ. സകലത്തിന്റെയും നാഥനായ നീക്കും. നമുക്കിരിക്കാം. മിശിഹായിൽ സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങൾ, ആദ്യമായി തന്നെ ഉയർപ്പ് തിരുനാളിന്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹപൂർവ്വം നിങ്ങളെല്ലാവരെയും ഞാൻ ആശംസിക്കുന്നു. ഞാൻ പോലെ നമ്മുടെ വിശ്വാസത്തിന്റെ ഫൗണ്ടേഷനാണ്. ഫൗണ്ടേഷൻ ഓഫ് ഫെയ്ത്ത്. ഒരു സ്നേഹ മനോഹരമായിട്ട് തന്നെ സമൂഹത്തെ ഓർമ്മിപ്പിക്കുന്നത് മിശിഹ ഉയർത്തില്ല എന്നെങ്കിൽ നമ്മുടെ വിശ്വാസം അർത്ഥമാണ്. ഉദ്ധിതനായതുകൊണ്ടാണ് അവൻ മിശിഹായാണെന്ന് ഏറ്റുപറഞ്ഞത്. അത് നേരിട്ട് അനുഭവിക്കുന്ന ജീവിക്കുന്ന ദൈവമാണെന്ന് ശിഷ്യന്മാരെ ബോധ്യത്തോടുകൂടി അവന് വേണ്ടി സാക്ഷ്യപ്പെടുത്തുന്നത്. എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന രണ്ട് കുട്ടികളുണ്ട്. ഒന്ന് ഫ്രാൻസിസ് അൽമൻ, മറ്റൊന്ന് ഈഡൻ. 2009-8 കാലഘട്ടത്തിലെ രണ്ടുപേരും ടീനേജ് പിള്ളേരാണ്. എൻ്റെ മനസ്സിലെ ഈ മക്കൾ രണ്ടുപേരും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇന്ന് അവര് അഡൾട്ടാണ്, എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. ഒരു സമയത്ത് 2008, 9, 10 കാലഘട്ടത്തിൽ ജിബ്രാൾട്ടർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടുത്തെ പ്രസംഗിലെ ബോർഡ് മെമ്പറായിരുന്നു ഞാൻ. അപ്പോൾ എല്ലാ ആഴ്ചയിലും ഒരിക്കലെങ്കിലും ഞാൻ ഇവരെ വിസിറ്റ് ചെയ്യാൻ പോകും, ഞാൻ കാണാൻ പോയത്. ഈ രണ്ട് മക്കളും ജുവനൈൽ ക്രൈം ചെയ്ത് രണ്ടുപേരും ഈ ജുവനൈൽ വിങ്ങിൽ ജയിലിൽ എടുക്കുന്ന രണ്ട് പിള്ളേരാണ്. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ ഫ്രാൻസിസ് സൽമാൻ എന്ന് പറഞ്ഞ മകനെയും ഈഡിനെയും ഞാൻ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും രണ്ട്